നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 767th day. Today 47th sloka of Pradhama Skandam 7th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 767 ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 47ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 47ാമത്തെ ശ്ലോകം. ഓം മാരോദീതസ്യ ജനനി ഗൗതമീപതി ദേവത യദാഹം മൃതവത്സാർത്ത രോധീമ്യശ്രുമുഖീ മുഹു. ഓം തത്സത്. മാരോദീതസ്യ ജനനി ഗൗതമീപതി ദേവത യദാഹം മൃതവത്സാർത്ത രോധീമ്യശ്രുമുഖീ മുഹു. ഓം തത്സത്. പദം പിരിക്കേണ്ടത് മാ രോധി അസ്യ ജനനി ഗൗതമി പതിദേവത യഥാ അഹം മൃതവത്സ ആർത്ത രോധീമി അശ്രുമുഖി മുഹു. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. പതിദേവത എന്ന് പറഞ്ഞാൽ ഭർത്താവാകുന്ന ദേവനോട് കൂടിയവളും ഗൗതമി കുലത്തിൽ ജനിച്ചവളുമായ അസ്യ ഇവൻ്റെ ജനനി മാതാവ് മൃതവത്സ മരിച്ചുപോയ മകനോട് കൂടിയവളും ആർത്ത ദുഃഖിതയും അശ്രുമുഖി കണ്ണീരൊലിക്കുന്ന മുഖത്തോട് കൂടിയവളുമായിട്ട് അഹം മുഹു യഥാ രോധിമി. അഹം എന്ന് പറഞ്ഞാൽ ഞാൻ, മുഹു വീണ്ടും വീണ്ടും, യഥാ എപ്രകാരം, രോധിമി കരയുന്നുവോ, തഥാ മാ രോധീത് അങ്ങനെ കരയരുത്. അതായത് ഈ ബ്രാഹ്മണൻ്റെ അമ്മയായ കൃപി മഹാപതിവ്രതയാകുന്നു. അവളുടെ പുത്രൻ എൻ്റെ മക്കളെ കൊന്നതുകൊണ്ട് ഞാൻ ഏതുവിധം കണ്ണീരും കയ്യുമായി കരയുന്നുവോ അതുപ്രകാരം അവർക്ക് ഇരിക്കാൻ സംഗതി വരുത്തരുത്. ആ മഹാസാധ്വിയായിട്ടുള്ള ഈ ബ്രാഹ്മണനെ, അതായത് ദ്രോണപുത്രനെ അങ്ങ് ഒരിക്കലും ഹനിക്കരുത്. അഹിംസാ ധർമ്മരഹസ്യം ഇതിൽ പറയുകയാണ് പാഞ്ചാലി. എന്നെ മക്കളെ കൊന്നുവെങ്കിലും അതുകൊണ്ട് ഞാൻ എപ്രകാരം, എൻ്റെ മക്കളെ വധിച്ചതുകൊണ്ട് ഞാൻ എപ്രകാരം ദുഃഖിതയായി വളരെ വ്യസനിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുവോ അപ്രകാരം മഹാപതിവ്രതയായിട്ടുള്ള ആ ഗൗതമി കുലത്തിൽ ജനിച്ചവളായിട്ടുള്ള കൃപി കരയാൻ ഇടവരരുത്. മക്കളുടെ മരണത്തിൽ ദുഃഖിക്കുന്ന പാഞ്ചാലി തന്നെപ്പോലെ തന്നെ ഈ അശ്വത്ഥാമാവിനെ വധിച്ചാൽ തന്നെപ്പോലെ തന്നെ ആ കൃപിയും ദുഃഖിക്കും. ഞാൻ എപ്രകാരം ദുഃഖിക്കുന്നു അപ്രകാരം ആ കൃപി ദുഃഖിക്കാൻ ഇടവരരുത്. അതുകൊണ്ട് ഈ ബ്രാഹ്മണനെ അഴിച്ചുവിടൂ, ഇവനെ വധിക്കരുത് എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്. ആ വധിക്കാതിരിക്കാനുള്ള കാരണങ്ങളാണ് കഴിഞ്ഞ ശ്ലോകങ്ങളിലായിട്ട് പറയുന്നത്. ഗുരുപുത്രനാണ്, ഗുരുവിന് തുല്യനാണ്, ബ്രാഹ്മണനാണ്. ആ എന്നെപ്പോലെ ഗൗതമി കുലത്തിൽ ജനിച്ച കൃപിയും ദുഃഖിക്കാനിടവരരുത്.
എന്നൊക്കെ പറഞ്ഞ് അതിനുള്ള ധർമ്മന്യായങ്ങൾ പാഞ്ചാലി നിരത്തുകയാണ്. തൻ്റെ ദുഃഖത്തിലും മറ്റുള്ളവർ തന്നെപ്പോലെ ദുഃഖിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ആ പാഞ്ചാലിയുടെ ധർമ്മം ആണ് ഈ ശ്ലോകങ്ങളിലൂടെ വ്യക്തമാക്കുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. മാരോദീതസ്യ ജനനി ഗൗതമീപതി ദേവത യദാഹം മൃതവത്സാർത്ത രോദീമ്യശ്രുമുഖി മുഹു. മുഹു എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും എന്ന്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.